സത്യം പറഞ്ഞ് ഇന്ന് രാവിലെ തൊട്ട് വീട്ടിൽ വായും പൊളിച്ചിരുന്നപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം പുറത്തിറങ്ങരുതെന്നേ, ഇന്ന് വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ജസ്റ്റ് പറയുക നമുക്കൊരു പടത്തിന് പോയാലോ എന്ന്. അത് നമ്മൾ വേറെ ഏത് കാര്യത്തിനും രണ്ടഭിപ്രായമാണെങ്കിലും ഈ ഒരൊറ്റ കാര്യത്തിന് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ. മൂവിയുടെ എന്ന് പറയുമ്പോഴേ ഞങ്ങൾ പറയുമ്പോൾ പോയേക്കാന്ന്. അത് ഞാനാണെങ്കിലും അതെ, ജസ്റ്റ് ആണെങ്കിലും ശരി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ റീമോൾ കാണുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലേ ഞങ്ങൾ മൂവിക്കാണ് പോയെന്ന്. ശരിക്കും പറഞ്ഞാൽ മൂവി ഉണ്ടല്ലോ 145 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ 150. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഓൾവേസ് ലേറ്റാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ എപ്പോഴും ഒരു 15 മിനിറ്റ് അഡ്വർടൈസ്മെൻറ്റ് കാണും. വേറെ വരുന്ന മൂവീസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമയുടെയൊക്കെ. ആ 15 മിനിറ്റ് ഉള്ളതുകൊണ്ട് എന്നാലും 15 മിനിറ്റ് കഴിഞ്ഞാൽ സിനിമ തുടങ്ങുകയുള്ളൂ. ഈ റീമോൾ വന്നേ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മെയിൻ സിനിമകളിൽ ഇപ്പോൾ ഇവിടെയായി. കാരണം നമ്മുടെ റിക്ലൈനർ സോഫയിൽ ഇങ്ങനെ മലന്ന് കിടന്ന സിനിമ കാണാമല്ലോ. ബാക്കിയുള്ള തിയേറ്ററിലൊക്കെ റിക്ലൈനർ ഉണ്ടെങ്കിലും ഈ റീമിൻ്റെ അത്രയും ഈ റീം വോക്സിൻ്റെ അത്ര ഒരു ഗുമ്മ് വേറൊരു വോക്സ് സിനിമാസ് ഇല്ലെന്നുള്ള. നമ്മൾ ബൈ ഏത് പടത്തിനാണ് പോയെന്ന് പറഞ്ഞില്ലല്ലേ. നമ്മൾ പോയത് ദിലീപിൻ്റെ പ്രിൻസ് എന്ന് പറയുന്ന മൂവിയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല പടം. അല്ലെങ്കിൽ എനിക്ക് ദിലീപിൻ്റെ പടമൊക്കെ പണ്ടേ ഇഷ്ടമാണ്. ശരിക്കും നമ്മൾ കാശ് കൊടുത്ത് സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ പടമൊക്കെ അല്ലേ കാണണ്ടേ, നമ്മുടെ മനസ്സിന് എൻജോയ്മെൻറ്റ് കിട്ടുന്നത്. അല്ലേ പിന്നെ എന്ത് പറഞ്ഞേ, നമ്മൾ കാശ് കൊടുക്കുകയും വേണം, എന്നിട്ട് ഇടി വെട്ട് കുത്തു കൊലപാതകം അങ്ങനത്തെ പടമൊന്നും എനിക്കിഷ്ടമില്ലെന്നേ. നമ്മൾ മനസ്സിന് സമാധാനം കിട്ടുന്ന പടം കണ്ടാൽ പോരെ. നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുന്ന മൂവീസ് കാണാൻ എനിക്ക്. അല്ലാതെ തന്നെ നമ്മുടെയൊക്കെ ഫാമിലി ലൈഫിൽ എന്തേരം ടെൻഷനുള്ള കാര്യങ്ങളുണ്ടല്ലേ, അതിനോട് ഇനിയും കാശ് കൊടുത്തിട്ട് നമ്മൾ വേറെ കുറേ ടെൻഷനുകളെടുത്ത് തലയിൽ വെക്കുന്നത്. വേറെ പണിയൊന്നുമില്ലേ. നമ്മൾ കാശ് കൊടുത്ത് സിനിമ കാണുമ്പം നമ്മൾ അടിച്ച് പൊളിച്ച് ഒരു 3 മണിക്കൂർ എൻജോയ് ചെയ്യുക. അതാണ് എൻ്റെ പോളിസി. എൻജോയ്മെൻറ്റ് പലതരത്തിലുണ്ട് കേട്ടോ. മൂവി തിയേറ്ററിൽ പോയ സിനിമ മാത്രമല്ല, ജേഡിക്കുട്ടനെ പോലെ പോപ്കോണും പെപ്സിയും ഒക്കെ വാങ്ങിച്ച് എൻജോയും ചെയ്യാം.